കാണത്തില്ലല്ലേ സാറേ? ഞാൻ വണ്ടിയിട്ട് വരുന്ന ടൈമില് ഈ വണ്ടി കുട്ടിന്റെ അടുത്തേക്ക് ചെന്ന അപ്പൊ കുട്ടിനോട് ചോദിച്ചു എന്നെ കയറ്റി വീട്ടിലേക്ക് വിട്ടേറ്റാന്ന് അയാള് ഡ്രൈവർ ആ വണ്ടിയിലുള്ള ചങ്ങായി. അപ്പൊ കുട്ടി പറഞ്ഞില്ല ഞാൻ നടന്നു പോയിക്കോളാന്ന് പറയും. അപ്പൊ അത് സംശയപ്പോ ഞാനൊന്ന് വണ്ടി സൈഡാക്കി റോങ് ഇട്ടുകൊണ്ട് ഞാൻ ചോദിച്ചു എന്തേന്ന്. അപ്പൊ ആ എന്നോട് വണ്ടി കൊണ്ട് ഞാൻ വീട്ടിൽ വിട്ടുതരാന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു മോനെ അടക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചത് ഈ ഓടുള്ളതെന്ന് ചോദിച്ചു. ഞാൻ കാസർഗോഡുള്ള. എന്തിനാ ചോദിച്ചത്? എനിക്കറിയണല്ലേ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നത്, ഇങ്ങനെ കുട്ടികളെ കയറ്റി കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള അറിയില്ല. അപ്പൊ ഒന്നും മുണ്ടുന്നില്ല. അപ്പൊ ഞാൻ അടുത്തുള്ള ഇറച്ചിപ്പൂരക്കാരുണ്ട്. അപ്പൊ മൂപ്പര് ഇവിടുന്ന് വരുന്ന വരുത്താം. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ മൂപ്പരോട് ചോദിക്കുന്നതാണ്. ആ മൂപ്പര് ചോദിച്ചു ഈ ഇവിടെ വന്നു. അപ്പൊ ഞാൻ കാസർഗോഡാണ്. അപ്പൊ ഞാൻ എന്തൊക്കെ എനിക്ക് സംശയം മനസ്സിലായി, ഇത് എന്തോ പൊട്ടിക്കലാന്ന്. അപ്പൊ ഞാൻ നാട്ടുകാരെ വിളിച്ചുകൊണ്ട് എല്ലാരും വന്നപ്പോ വർത്താനം പെട്ടു. അവന്റെ ഇതില് മുണ്ടില് സാധനം ഉണ്ട്. ആ സാധനം നോക്കിയപ്പോ നമുക്ക് ആ സ്മെല്ലും കാര്യങ്ങളും സംശയം തോന്നിയപ്പോ ജനങ്ങളൊക്കെ കൂടി. അപ്പൊ അതിനെ സംസാരിച്ചപ്പോ ഓന്റെ വണ്ടി ഇല്ലാന്ന് മനസ്സിലായി. നമ്പറിലേക്ക് വിളിച്ചപ്പോ അതിന്റെ വണ്ടിക്കാർ വേറാന്ന് പറഞ്ഞപ്പോ ഇത് പൂർണ്ണമായിട്ട് മോഷണം നടത്തിയ വണ്ടി കുട്ടീനെ തട്ടിക്കൊണ്ടാകാൻ പോകാന്നുള്ളതിന്റെ തെളിവാന്ന് കണ്ടപ്പോ ജനങ്ങള് പിടിച്ചു നിർത്തി. കുട്ടി കഴിഞ്ഞു വരാം. മുമ്പാണ് കോഴിക്കോട് പയ്യാനക്കൽ ഈ സംഭവം ഉണ്ടാകുന്നത്. മദ്രസ കഴിഞ്ഞ് വരികയായിരുന്ന കുട്ടിയെ ഈ വെള്ള കാറിലെത്തിയ ഒരാൾ കാറിലേക്ക് കയറാൻ ആവശ്യപ്പെട്ടു. കുട്ടി തയ്യാറായില്ല. പിന്നാലെ ഈ ബലം പ്രയോഗിച്ചുകൊണ്ട് കുട്ടിയെ കാറിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു. അത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ ഇടപെട്ടാണ് ഇയാളെ പിടികൂടിയത്. പിന്നാലെയാണ് ഈ കാറ് ഈ ബീച്ച് ആശുപത്രിക്ക് സമീപത്തുള്ള ടാക്സി സ്റ്റാൻഡിൽ നിന്ന് മോഷണം പോയതായിട്ടുള്ള വിവരം കൂടി ലഭിക്കുന്നത്. അങ്ങനെ മോഷ്ടിച്ച കാറുമായി ഈ സ്ഥലത്തെത്തിയ ആളാണ് കുട്ടിയെ ബലം പ്രയോഗിച്ചുകൊണ്ട് കാറിൽ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ഏതായാലും നാട്ടുകാരുടെ ഇടപെടൽ തന്നെയാണ് എടുത്തു പറയേണ്ടത്. നാട്ടുകാർ പെട്ടെന്ന് തന്നെ ഇടപെട്ടത് കാരണമാണ് കുട്ടിയെ തടയാനും ഇയാളെ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകലിൽ നിന്നും തടയാനും അങ്ങനെ കുട്ടിയെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞത്. 20 വർഷമായിട്ട് ഓടുന്ന സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡിൽ നിർത്തിയിട്ട് വണ്ടി നിർത്തിയിട്ട് എനിക്കൊരു ഓർഡർ പോകാണ്ടായിരുന്നു. അപ്പൊ ഞാൻ മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോയി വന്നു. 5 മിനിറ്റ് ഞാനൊരു വണ്ടി ഇരിക്കായിരുന്നു. വണ്ടി ഓർഡർ പോകാൻ വേണ്ടി മൂത്രമൊഴിക്കാൻ വേണ്ടി റൂമിലേക്ക് പോയി തിരിച്ചു വന്ന് 5 മിനിറ്റ് കൊണ്ട് തിരിച്ചു നോക്കുമ്പോൾ വണ്ടി കാണാനല്ല. അപ്പൊ വണ്ടി ചാവി വണ്ടിയിൽ വെച്ചിരുന്നു. സാധാരണ ഞങ്ങൾ ചിലപ്പം വെക്കും ചിലപ്പോൾ വെക്കാതെ ഇരിക്കും. അങ്ങനെ കണ്ടല്ലോ നമ്മൾ ബീച്ച് ഹോസ്പിറ്റലിന്റെ അവിടെയാണ് നമ്മളെ സ്റ്റാൻഡ് ഉള്ളത്. അതാണ് നമ്മളെ സ്റ്റാൻഡ്. ടാക്സി സ്റ്റാൻഡ് ഉള്ളതാണ്. അവിടെ വേറെയും വണ്ടികളുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഓർഡർ പോകാൻ നിൽക്കായിരുന്നു. അന്നേരം മൂത്രമൊഴിക്കാൻ പോയി തിരിച്ചു നോക്കുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് വണ്ടി കാണാനല്ല. ഈ വ്യക്തിയെ ഞാൻ അറിയപോലും എവിടെ ഉള്ളതാണെന്ന് അറിയപോലും ഇല്ല. ഇപ്പൊ ഫോൺ വന്നു. നമ്മുടെ വണ്ടിയിൽ നമ്പർ ഉണ്ട്. ആ നമ്പർ വെച്ച് വിളിച്ചു. അപ്പൊ അവിടെ പയ്യാനക്കൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വെള്ളി സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോ പരാതി കൊടുക്കാൻ നിന്നപ്പോഴത്തേക്ക് വെറുതെ വിളി വന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മളെ വണ്ടി മോഷ്ടിച്ചിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്.